പ്രിയ സ്നേഹിതരെ, ശാലേം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദാനിയേലിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതും അത് മനുഷ്യജീവിതവുമായി ബന്ധപ്പെടുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ സിംഹങ്ങൾ പല രൂപത്തിലാണ് വരുന്നത്. ചിലർക്കത് രോഗമാകാം, ചിലർക്കത് കടബാധ്യതയാകാം, ചിലർക്ക് കുടുംബ തകർച്ച, മക്കളുടെ അനുസരണക്കേട്, ചിലർക്ക് അത് ഒറ്റപ്പെടൽ, കണ്ണുനീര്, ഇങ്ങനെ പല വിധത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ദാനിയേൽ ദൈവത്തെ വിശ്വസിച്ചതിനാലാണ് ഗുഹയിൽ വീഴാനിടയായത്. അതുപോലെ നല്ലവരായ ആളുകൾക്കും ചിലപ്പോൾ അനീതികൾ നേരിടേണ്ടി വരും. ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ, പിന്നെ എനിക്ക് എന്തിന് ഈ വേദന എന്നൊക്കെ നാം മനുഷ്യരല്ലേ, നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചെന്ന് വരും. എന്നാൽ സിംഹഗുഹയിൽ ദാനിയേൽ ഒറ്റയ്ക്കായിരുന്നില്ല. ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട സമയങ്ങളിലും ദൈവം നമ്മളെ വിട്ടുകളയുന്നില്ല. മനുഷ്യർ മറന്നാലും മറക്കാത്തവനാണ് നമ്മുടെ ദൈവം. ചില രാത്രികൾ വളരെ നീളമുള്ളതായിരിക്കും. ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന രാത്രികൾ ഉണ്ടാകാം. ഇനി ഒരു വഴിയും ഇല്ല എന്ന് തോന്നുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ ദാനിയേലിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നറിയണ്ടേ? രാത്രി മുഴുവൻ സിംഹങ്ങൾക്കിടയിലായിരുന്നാലും പ്രഭാതം വന്നപ്പോൾ ദൈവത്തിൻ്റെ രക്ഷ അവിടെ അവനുണ്ടായിരുന്നു എന്നതാണ്. ഇന്ന് നിൻ്റെ ജീവിതത്തിലും ചില സിംഹങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷേ അവയുടെ ശബ്ദത്തേക്കാൾ വലിയതാണ് ദൈവത്തിൻ്റെ ശക്തി. സാഹചര്യങ്ങൾ നിന്നെ താഴെയിടാൻ ശ്രമിച്ചാലും ദൈവം നിന്നെ ഉയർത്താൻ കഴിവുള്ളവനാണ്. രാജാവ് ഗുഹയുടെ അരികിൽ നിന്ന് ദുഃഖത്തോടെ വിളിച്ചപ്പോൾ അകത്തു നിന്ന് ദാനിയേലിൻ്റെ ശബ്ദം കേട്ടു രാജാവ്. അത് ജീവൻ്റെ ശബ്ദമായിരുന്നു. ദാനിയേലിൻ്റെ മാത്രം ശബ്ദമല്ല, അത് ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു. അത് പ്രത്യാശയുടെ ശബ്ദമായിരുന്നു. അത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ശബ്ദമായിരുന്നു. ഇതുപോലെ ഇന്നത്തെ നിൻ്റെ കണ്ണുനീരിനും ഒരവസാനമുണ്ട്. നിൻ്റെ പ്രാർത്ഥനയ്ക്കും ഒരു മറുപടിയുണ്ട്. അത് ചിലപ്പോൾ അത് വൈകാം, പക്ഷേ ദൈവം കൈവെടിയുകയില്ല. ഈ സിംഹഗുഹ ഒരവസാനമല്ല, പലപ്പോഴും അത് ദൈവത്തിൻ്റെ മഹത്വം കാണിക്കുന്ന ഒരു സ്ഥലമാണ്. തുടർന്ന് നിങ്ങൾക്ക് ഈ ദൈവ സന്ദേശം കേൾക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.